നിങ്ങളെ വാക്ക് കേട്ടാ കുഴിക്കുന്നേ. ഇവിടെ ഉറവുണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും സാർ. പക്ഷെ മാർക്ക് ചെയ്ത പോയിന്റ് മാറാൻ നോക്കണേ. ശരി. എന്നാ ശരി, പോയിട്ട് വരട്ടെ സാർ. ഏയ് ഇവിടെ ഒരുപാട് കുഴി കാണുന്നുണ്ടല്ലോ. നമ്മുടെ പോയിന്റ് ഏതാ? എന്തിനാ ഒച്ച വെച്ചേ? കാള വരണ്ട ഓടിയെ കണ്ടില്ലേ? എന്ത് പണിയടാ കാണിച്ച്? ഇവിടെ വന്ന് മുളം കുറ്റി അടിച്ചിട്ട് പോയിന്റ് ഒക്കെ മാറ്റി വിട്ടിട്ട് വർത്തമാനം പറയുന്നോ? എന്നെ തല്ലിയാലുണ്ടല്ലോ. അടിച്ച നീ എന്ത് ചെയ്യടാ? നീ തിരിച്ചടിക്കോ? ദേ നോക്ക്, ഇനി എങ്ങാനും എന്റെ സ്ഥലത്ത് വന്ന് നിന്റെ കാളെ കെട്ടിയാലുണ്ടല്ലോ വെച്ചേക്കില്ലെന്ന് തന്നെ ഞാൻ. പോടാ പോടാ. എന്താ മോങ്ങുന്നേ? നിന്റെ തലയിൽ തേങ്ങ വേണോ? അല്ല, എന്നെ അടിച്ചു. ആര്? മുതലാളി. മുതലാളിയോ? അതിന് നീ എന്താ ചെയ്തേ? അതൊന്നുമല്ല ചേച്ചി, കിണറിന് കുറ്റിയടിച്ച സ്ഥലത്ത് കാളയെ കൊണ്ട് കെട്ടി. കാള കുറ്റിയും പറിച്ചു ഓടി. അതുകൊണ്ട് മുതലാളി എന്നെ അടിച്ചത്. ഇതിനു വേണ്ടിയാണോ തല്ലിയേ? വാ, ഞാൻ ചോദിക്കാം. എവിടെ വെച്ചാടാ? ആ പാടത്തിനടുത്ത് വെച്ച. എവിടെയാണ് നീ കുറ്റി വെച്ചത്? ഇവിടെ തന്നെ ചേച്ചി. ഇത്ര കൊഴിയുണ്ടല്ലോ, ഏത് കൊഴിയുന്ന വെള്ളം വരെ ചേച്ചി. നമുക്ക് കണ്ടുപിടിക്കാം. അമ്മേ ദേവി, ഓറ്റു കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കണേ ദേവി. തൃക്കണ്ണുള്ള ദേവി 3 വലം ചുറ്റി വരും. ശാന്തരൂപിണിയായ ദേവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഉറവുള്ള സ്ഥലം അരുളയണമേ ദേവി ഞങ്ങൾക്ക്. ഈ മണ്ണ് പൊന്നാക്കണം, ജനങ്ങളുടെ ദാഹം തീർക്കണം. വെള്ളമുള്ള സ്ഥലം കനിവോടെ കാട്ടണം. ഈ കന്നിപ്പെണ്ണിന്റെ പ്രാർത്ഥന കേൾക്കണം ദേവിയെ. ആടാട് 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 ആടാട്. ഹായ്, ഞാൻ കണ്ടുപിടിച്ചല്ലോ. കൊച്ചുമുതലാളി. ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് നീ? ആ, ഊറ്റിന്റെ സ്ഥാനം നോക്കിയതാ. നേരത്തെ സ്ഥാനം നോക്കി വെച്ചതാ. എവിടെ നോക്കി വെച്ച? അവിടെ തന്നെ. അവിടെയോ? അത് കൊള്ളാം. മുൾമുനയിൽ 3 കുളം വെട്ടിവെച്ചു. അതില് 2 കുളം പാല്, അതില് മറ്റൊരു കുളം കാലിയാണ്. തെറ്റായ സ്ഥാനം കാണിച്ചു കാശ് മേടിച്ചു പോയി കാണും. നല്ലോണം കൊച്ചുമുതലാളിയെ പറ്റിച്ചു. കൊച്ചുമുതലാളി, അവിടെ ഒരിറ്റ് വെള്ളം പോലും ഇല്ല. ഇവിടെയാ ഉള്ളത്. എന്റെ കയ്യിലുള്ള തേങ്ങ കളവ് പറയില്ല. വേണമെങ്കിൽ നോക്ക്. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? ഇത് മാത്രാണോ? എവിടെ ഇടിയിടിച്ചാ എവിടെ മഴ പെയ്യുന്ന എനിക്കറിയാം. ഏതൊക്കെ കാലാവസ്ഥയില് എന്തൊക്കെ മുളപ്പിക്കണമെന്ന് എനിക്കറിയാം. 5 കാലം ഞാറ് നടാൻ എത്ര കൂലിക്കാര് വേണമെന്നും എനിക്കറിയാം. എല്ലാ രോഗത്തിനും എല്ലാ നാടൻ ചികിത്സയും എനിക്കറിയാം. 50 പേര് ഒരുമിച്ച് വന്നാലും നാവിന് രുചിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം. പേറ്റുനോവെടുത്ത് വരുന്നവർക്ക് പ്രസവം നോക്കാനും എനിക്കറിയാം. നിനക്ക് പിന്നെന്താ അറിയാ? പിന്നെ ഇനി എന്താ അറിയേണ്ടത്? നിനക്ക് സ്നേഹിക്കാൻ അറിയോ? സ്നേഹിക്കാനോ? എന്തിനെ സ്നേഹിക്കാൻ? എന്നെ സ്നേഹിക്കാൻ. എനിക്കതൊന്നും ഇഷ്ടമല്ല കൊച്ചുമോലാളി. അയ്യോ, കുയിലിനെ തേടി കുയിലിനെ തേടി കുതിച്ചു പായും. മുരുക, ലോറി വന്ന ലോഡ് കയറ്റി വിട്ടേ. ശരി മുതലാളി. പട്ടുക്കുപ്പായക്കാര, നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം. ഞാനൊരു നിന്റെ പാട്ടെന്തായാലും കൊള്ളാം. ഞാൻ പാടിയ പാട്ടോളം വരില്ല മോളെ. കുയിലിനെ തേടി കുയിലിനെ തേടി കുതിച്ചു പായും മാല. പേടിച്ചു പോയോ? അല്ല, ഏതൊരു പാട്ട് പാടിയല്ലോ. ഏത് പാട്ടാ അത്? ചുമ്മാ ഒന്നുകൂടി പാട്. എനിക്കറിയില്ല. എനിക്ക് വേണ്ടി ഒന്ന് പാടിത്തരും. ഞാൻ പാടത്തില്ല. ഏയ് നിക്കടി അവിടെ. ഇതെങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാ കൊച്ചമ്മേ. കൂരയൊക്കെ ചോർന്നൊരിക്കാ കൊച്ചമ്മേ. അതുകൊണ്ടാ കൊച്ചമ്മേ. കൊച്ചമ്മേ വേണ്ട കൊച്ചമ്മേ. ആരുടെ വീട്ടിൽ കയറി ഓല എടുത്തോണ്ട് പോന്നേ? എടാ ആന്റപ്പാ, എടി അന്നം തന്ന കൈ കയറി കൊത്തുന്നോ? നിന്നെ ഇത് ബാക്കി വെച്ചില്ല. സ്ത്രീകളെ തല്ലുന്നു. നാണമില്ല നിനക്ക്? നിങ്ങൾ പോയിക്കോ. നമ്മുടെ സ്വത്ത് നമ്മൾ വേണം നല്ലോണം സൂക്ഷിക്കാൻ.
അല്ലെങ്കിൽ ഇവറ്റുകളൊക്കെ കയറി മേഞ്ഞ് നടക്കാൻ തുടങ്ങും. നമസ്കാരം മുതലാളി. ലക്ഷ്മി ഇങ്ങോട്ട് വാ. നമസ്കാരം കൊച്ചുമുതലാളി. നിനക്ക് ഓല വേണമെങ്കിൽ എന്നോട് ചോദിക്കണം. ചോദിക്കാതെ ഇങ്ങോട്ട് എടുത്തോണ്ട് വരുന്നത് ശരിയാണോ? പിന്നെ അവര് വെറുതെ ഇരിക്കോ? ആവശ്യമുള്ളതൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ കൊടുത്തയക്കാം. കൂര മേഞ്ഞോളൂ. എന്റെ കൊച്ചുമുതലാളി, ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം. കൊച്ചുമുതലാളിയുടെ കാല് അതൊക്കെ പോട്ടെ, ഇനി അങ്ങനെ ചെയ്യാതിരുന്നാ മതി കേട്ടോ. ശരി കൊച്ചുമുതലാളി. എന്താ മാസാണി, നിനക്ക് വല്ലതും വേണോ? എന്ത് വേണമെങ്കിലും ചോദിച്ചോ. എന്നെ വേണമെങ്കിലും ചോദിച്ചോ. എന്ത് വേണമെങ്കിലും ചോദിച്ചോന്നാ പറഞ്ഞേ. ഏയ്, നിക്കടി അവിടെ. എടി, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ വീട്ടിലെ ഷട്ടിൽ കൈവയ്ക്കുന്നീ? അല്ല കൊച്ചമ്മേ, മുതലാളിയുടെ ഉടുപ്പ് പറന്നു വന്ന് അഴുക്കിൽ വീണപ്പോ ഞാനെടുത്ത് വെച്ചെന്നേ ഉള്ളൂ. രണ്ടും ഒന്ന് തന്നെയാടി. അഴുക്ക് ചാലിൽ വീണിരുന്നെങ്കിൽ പോലും കഴുകി വൃത്തിയാക്കാമായിരുന്നു. എന്നാ ചാണകം വാരുന്ന നീ തൊട്ട ഷർട്ട് ചന്ദനത്തിൽ കുളിക്കുന്ന ഞാൻ എങ്ങനെയാണ് എടുത്തോണ്ട് പോവാ? എന്താ പറ്റിയേ? കൊച്ചുമുതലാളിയുടെ കുഞ്ഞിന്റെ വയറ്റിൽ വളരുന്നുണ്ട്. എന്താ മാസാണിത്? ഇപ്പൊ നീ ഇങ്ങനെ കരഞ്ഞോണ്ട് നിന്ന എങ്ങനെ? അന്ന് നീ ഞാനും അവിടെ ഒന്നായപ്പോ അപ്പൊ നീ ആലോചിക്കണായിരുന്നു. ഇതെ നോക്ക്, ഞാൻ ഫോറിനിൽ പഠിച്ചു വന്നാളാ. നീ തൊഴിലാളി, ഞാൻ മുതലാളി. അതുകൊണ്ട് ഇതൊന്നും ശരിയാവില്ല. പോയി നല്ല ഡോക്ടറെ കാണാൻ നോക്ക്. ഏയ്, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ കരുതിയോ? നിന്നെ ഞാനല്ലേ കെട്ടാൻ പോന്നേ. നടക്കൂ. ഉറപ്പായിട്ട് നടക്കും. അതിന് നിങ്ങളുടെ വീട്ടുകാർ സമ്മതിക്കൂ? ഷാജി, എന്താ ശബ്ദം? നീ എന്താ ഈ ചെയ്തേ? പുറത്ത് നിർത്തേണ്ടവരെ പിടിച്ച് അകത്ത് കയറ്റി നിർത്തിയിരിക്കുന്നേ എന്താ? എന്റെ അനിയനെ ബൈക്ക് കൈക്കുള്ളിലാക്കി വെച്ചിരിക്കുക? അല്ല, ഞാനാ ഇവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. നിനക്കെന്താ ഭ്രാന്താണോ? വിടറ അവളുടെ കൈ. ഇല്ല ഏട്ടാ. എന്താ ഇവൻ പറയുന്നതിന്റെ അർത്ഥം? നിങ്ങളൊന്ന് സമാധാനിക്ക് മോനെ. ഇവൾ ആരാണെന്നറിയോ നിനക്ക്? നമ്മുടെ വീടിന്റെ അടുക്കളപ്പുറത്ത് വന്ന് നിന്ന് ജോലി ചെയ്ത് വാങ്ങി തിന്നുന്നവളാ. ഈ ബന്ധം നമുക്ക് ശരിയാവില്ല. ആദ്യം അവളുടെ കയ്യെന്ന് വിട്. ഏടത്തി, ഞാൻ ഇവളെ കെട്ടാൻ പോന്നേ. നീ എന്താ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അവളുടെ വയറ്റില് എന്റെ കുഞ്ഞു വളരുന്നുണ്ട്. വല്ല വിവരം ഉണ്ടാടാ നിനക്ക്? അച്ഛനമ്മ ഇല്ലാത്ത കുട്ടിയെ അത് കുറച്ച് അധികം ലാളിച്ചപ്പം ഇങ്ങനെ നാടൻ കെടുത്തി കളഞ്ഞല്ലോ. നിങ്ങൾ ഇങ്ങനെ ഒച്ച വെക്കാതെ, പുറത്താരെങ്കിലും കേക്കും. കേക്കട്ടെ, ഇവൻ ചെയ്തു വെച്ചിരിക്കുന്ന പണിക്ക് ഇനി നീ എന്നെ ചേട്ടാന്ന് വിളിച്ചു. അങ്ങനെ വിളിക്കാൻ അർഹതയില്ല. അവനോട് ശരി ശരി, ഞാൻ സംസാരിച്ചോളാം. നിങ്ങൾ അകത്ത് പോക്കോ. അകത്ത് പോവാനാ പറഞ്ഞത്. ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത് ആരെങ്കിലും കണ്ടോ? ഇല്ല ഏടത്തി. എന്നാ ശരി, ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഇവളെ വീട്ടിൽ കൊണ്ട് ചെന്നാക്ക്. ഏടത്തി, ഇവള് നല്ലവളാ. ഇവള് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കറിയാം, പക്ഷെ എല്ലാം ആചാരപ്രകാരമായിട്ടല്ലേ നടക്കേണ്ടത്. ബാക്കിയല്ല നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാനുണ്ട്. ആന്റപ്പാ, കൊച്ചമ്മ, ഇവളെ കൊണ്ടുവന്ന് ഇവളുടെ വീട്ടിലാക്കിയിട്ട് വാ. എന്താ ഇത്? നിങ്ങളുടെ അനിയൻ എന്ത് പണിയായി കാണിച്ചത്? ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയണേ? അവൻ ചെയ്തു കൂട്ടി ഈ കാര്യം പുറത്തറിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ?
നിങ്ങളുടെ മാനവും മര്യാദയും ഈ വീടിന്റെ അന്തസ്സും ഒക്കെ നശിച്ചു പോവും. പുറത്ത് തല ഉയർത്തി നടക്കാൻ കഴിയില്ല. കുടുംബത്തിന്റെ മാനം മാത്രമല്ല, നിങ്ങൾക്ക് കിട്ടിയ അമ്പലത്തിന്റെ മേലധികാരി പദവിയും പോവും. നാട്ടുകാരുടെ മുന്നിൽ അപമാനിതനായി നാണം കെട്ട് ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? എന്റെ വീടിന്റെ പടിവാതുക്കൾ നിന്ന് എന്റെ കയ്യിൽ നിന്ന് ഭിക്ഷ വാങ്ങി തിന്നുന്ന ആ പിച്ചക്കാരി എന്റെ അനുജത്തിയുടെ സ്ഥാനത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് സമ്മതമാണോ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല രാജേശ്വരി. നിങ്ങളൊന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം.